പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമുക്കിന്ന് മറ്റൊരു കഥ കേട്ടാലോ? ഇന്നത്തെ കഥയുടെ പേരാണ് മിട്ടുക്കുരങ്ങൻ. കുട്ടിക്കുരങ്ങൻ മിട്ടുവിന് വഴിയിൽ കിടന്നൊരു മൊബൈൽ കിട്ടി. ആദ്യമൊന്നും അവൻ്റെ സൂത്രപ്പണി അവന് വശമായില്ല. മൊബൈൽ വിദഗ്ധനായ മിണ്ടുക്കരടിയിൽ നിന്നും അവൻ അതിൻ്റെ രീതികൾ സൂത്രത്തിൽ മനസ്സിലാക്കി. കാട്ടിലെ കൂട്ടുകാർക്കൊപ്പം മരം ചാടി കളിച്ചിരുന്ന അവൻ പിന്നീട് മരക്കൊമ്പിൽ ഒറ്റയ്ക്കിരുന്ന് ഗെയിം കളിക്കാൻ തുടങ്ങി. അച്ഛനമ്മമാർ വിളിച്ചാൽ മിട്ടു പോകാതെയായി, മറുപടി നൽകുന്നത് ദേഷ്യത്തിലായി. അവനുണ്ടായിരുന്ന കൂട്ടുകാർക്കൊപ്പം എങ്ങും പോകാതെയുമായി. മിട്ടുക്കുരങ്ങൻ്റെ സ്വഭാവമാറ്റത്തിൽ അച്ഛനമ്മമാർക്ക് സങ്കടമായി. അവനെക്കുറിച്ച് ഓർത്താൽ അവരുടെ കണ്ണുകൾ നിറയും. ഇത്രയും മടിയനായി മാറി അവനെ നേരെയാക്കാൻ എന്താ വഴി? അവർ ചിന്തിച്ചു. അങ്ങനെയിരിക്കെ അമ്മാവൻ കിടുങ്ങൻ കുരങ്ങൻ അവിടെ എത്തി. മിട്ടിക്കുരങ്ങൻ അമ്മാവനെ കണ്ടിട്ടും അനങ്ങിയില്ല. അമ്മാവനെ ഒന്ന് ഇളിച്ചു കാട്ടിയിട്ട് അവൻ വീണ്ടും മൊബൈൽ ഗെയിം തുടർന്നു. അമ്മാവന് ദേഷ്യമായി. അവനെ വാലിൽ പിടിച്ച് കരയ്ക്ക് താഴെ എത്തിച്ചു. അമ്മാവൻ കൊണ്ടുവന്ന വാഴപ്പഴങ്ങൾ മിട്ടുവിനെ തീറ്റിച്ചു. എന്നിട്ട് അവനൊരു സൈക്കിൾ സമ്മാനിച്ചു. അത് കിട്ടിയപ്പോൾ അവന് സന്തോഷമായി. അവൻ ആ സൈക്കിളിൽ കാട് മുഴുവൻ ചുറ്റാൻ ആരംഭിച്ചു. ഈ തക്കത്തിന് അമ്മാവൻ മൊബൈലുമായി സ്ഥലം വിട്ടു. മിട്ടുക്കുരങ്ങന് സൈക്കിൾ ഇഷ്ടമായി. അവൻ്റെ ശ്രദ്ധ മുഴുവൻ അതിലായി. കൂട്ടുകാരത്ത് കളിക്കാനും കാട്ടിൽ തേനെടുക്കാനും അവൻ അതിലായി യാത്ര. മിട്ടുക്കുരങ്ങൻ്റെ മടി മാറിയതിൽ അച്ഛനമ്മമാർക്ക് സന്തോഷവുമായി. കൂട്ടുകാരെ, നിങ്ങൾക്കിതിൽ നിന്നും എന്താണ് മനസ്സിലായത്? അതെ, മിട്ടുക്കുരങ്ങനെ പോലെ മടി പിടിച്ച് ഫോണും ടി വിയും ഒക്കെ ആയി ഗെയിമും കളിച്ച് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലെ വളരെ വിലപ്പെട്ട ഒരു സമയമായിരിക്കും നഷ്ടപ്പെടുക. അതിനാൽ നിങ്ങളിതൊക്കെ മാറ്റിവെച്ച് കൂട്ടുകാരോടൊപ്പം കളിക്കാനായി പുറത്തേക്ക് ഇറങ്ങൂ. എന്നിട്ട് നിങ്ങളുടെ കുട്ടിക്കാലം നന്നായി ആസ്വദിക്കൂ. താങ്ക് യു.